ക്രൂശിത രക്ഷക വിമോചന. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. കേട്ടെ മോനെ, നിന്റെ കർത്താവായ യേശു നിന്നെ സന്ദർശിച്ചു, നിന്നെ രക്ഷിച്ചു. സ്വർഗീയ സൗഭാഗ്യങ്ങൾ വിട്ടൊടിഞ്ഞ് അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ച് നമ്മിലൊരുവനായി അവൻ ഈ ഭൂമിയിൽ ഭൂജാതനായപ്പോൾ വചനം പറയുന്നു, അവൻ നമ്മെ, എന്നെയും നിങ്ങളെയും സന്ദർശിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മെ രക്ഷിച്ചു. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സംഭവം മാത്രമല്ല, ഇന്നും അതേ കർത്താവ് എന്നെയും നിങ്ങളെയും ഓരോ ദിവസവും സന്ദർശിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓരോ കുദാശകളിലൂടെയും ഈശോ നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. അവൻ സന്ദർശിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലെല്ലാം തന്നെ നമ്മളെ രക്ഷിക്കുന്ന അനുഭവങ്ങളാണ്, രക്ഷയുടെ അനുഭവങ്ങളാണ്. ഈശോ ചുമ്മാ സന്ദർശിച്ച് പോവുകയല്ല. ആ കർത്താവിന്റെ സന്ദർശനത്തിൽ അവന്റെ രക്ഷയുടെ അനുഭവങ്ങളോട് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുമ്പോൾ എനിക്കും നിനക്കും ലഭിക്കുന്ന അനുഭവം എന്താണെന്നറിയാമോ? അത് രക്ഷയുടെ അനുഭവമാണ്. ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മക്കളെ, നമുക്ക് വേറൊന്നിനെ കുറിച്ചും ആവലാതികളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല. കാരണം എന്താ? ഞാൻ രക്ഷയുടെ അനുഭവത്തിലാണ്. എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ സ്വന്തമാക്കി. പാപത്തിൽ നിബദിക്കാമായിരുന്ന, പാപത്തിൽ മരിക്കാമായിരുന്ന, പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാമായിരുന്ന എന്നെ സ്വന്തം ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ വഹിച്ചു മാറ്റിയിട്ട് എന്നെ എൻ്റെ കർത്താവ് സ്വർഗത്തിനായി നേടിയെന്നും എൻ്റെ കർത്താവ് അവന്റെ കാൽവരി യാഗത്തിലൂടെ എന്നെ രക്ഷിച്ചുവെന്നും ഈ സത്യം ഹൃദയത്തിൽ കിട്ടിക്കഴിയുമ്പോൾ, ഈ ബോധ്യം നമ്മുടെ ചങ്കി കിട്ടിക്കഴിയുമ്പോൾ മക്കളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നോട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ദാമ്പത്യത്തിൽ, കുടുംബത്തിൽ, സഹോദര ബന്ധങ്ങളിൽ, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകളുമായി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നോട്ടെ, അപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സക്കറിയായിലൂടെ പറഞ്ഞതുപോലെ പറയും, നിന്റെ കർത്താവ് ഇതാ നിന്നെ സന്ദർശിച്ചു, നിന്നെ രക്ഷിച്ചു. പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? പിന്നെ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നേ? ഞാൻ എന്തിനാ പരാതി പറയുന്നേ? എൻ്റെ കർത്താവ് എന്നെ സന്ദർശിച്ച് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ് ഇപ്പോൾ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഇപ്പോൾ. അവൻ എന്നെ സന്ദർശിച്ചു, അവൻ എന്നെ സന്ദർശിച്ചു, അവൻ എന്നെ രക്ഷിച്ചു എന്നാണ് വചനം പറയുന്നത്. ഇതാ ഈ അൽത്താരയിൽ രാജാതിരാജനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കേ. തമ്പുരാനെ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വൈകരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. രക്ഷി കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ ഹൃദയത്തിന്റെ വേദനയാണല്ലേ. തമ്പുരാനെ, നീ ഇടപെടാൻ വൈകരുതേ. ഒരു ദിവസം വൈകിയാൽ രക്ഷേ ജീവൻ വരെ അപകടത്തിലാകാം. ഒരു ദിവസം വൈകിയാൽ ഒരുപക്ഷെ ഭാവി ജീവിതം തകർന്നു പോകാം. ഒരു ദിവസം വൈകിയാൽ വിദേശയാത്ര എന്നേക്കുമായി അസ്തമിച്ചു പോകാം. തമ്പുരാനെ, നീ വരാൻ വൈകരുതേ എന്നുള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. നീ ഇടപെടാൻ ദൈവമേ നീ വൈകരുതേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ രോഗിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എനിക്കൊത്തിരി കുറവുകളുണ്ട്, എനിക്കൊത്തിരി സങ്കടങ്ങളുണ്ട്, എനിക്കൊത്തിരി വേദനകളും കണ്ണുനീരിൻ്റെ കാരണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. തമ്പുരാനെ, നീ ഇടപെടാൻ വൈകരുതേ എന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും കർത്താവിനെ നോക്കി ഒന്ന് മന്ത്രിച്ചേ. ആ കർത്താവിനെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സുന്ദരമായ നിമിഷങ്ങൾ കർത്താവ് നമുക്ക് സമ്മാനിച്ചതൊരു നിമിഷം നന്ദി പറയാം. കൂപകരങ്ങളോടെയോ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ മക്കളെ, ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങളൊക്കെ ഈശ്വരടുത്ത് പറ. നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളൊക്കെയാണ് നീ ഈ ദിവസങ്ങളിൽ ഇറക്കി വെച്ചുകൊണ്ടിരുന്നത്. ഒരു ചോദ്യം ഉയരുന്നുണ്ടാകാം, ദൈവമേ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? മോളെ, മോനെ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്, ഒരു അപ്പനുണ്ട്. പാപത്തിലേക്ക് പോയ ഒരു മകന്റെ തിരിച്ചുവരവനായി കരുണയുടെ കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് കാത്തിരുന്നൊരു അപ്പനുണ്ട്. അതേ അപ്പൻ ഇതാ സ്വർഗത്തിൽ നമ്മുടെയും വരവനായി കാത്തിരിക്കുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്നും, ലൗകികതയുടെ അടിമത്തത്തിൽ നിന്നൊക്കെ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. തമ്പുരാനെ, ഞങ്ങളുടെ ആത്മാവിനെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ കറപുരളാതെ ഞങ്ങളുടെ ആത്മാക്കളെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളും എന്തെല്ലാം നിങ്ങൾക്ക് ഈശോയ്ക്ക് കൊടുക്കാനുണ്ടോ, പറയാനുണ്ടോ, അതെല്ലാം ഈശോയോട് പറയും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വിഷയങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, രോഗാവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ